കൈ കിടക്കണ വാച്ച് കണ്ടുപിടിച്ചത് അവിടെയാണ്. വാച്ച് ലോകത്താദ്യമായി കണ്ടുപിടിക്കുന്നത് സ്വിറ്റ്സർലൻഡാ. ഇന്റർനാഷണൽ ടൈം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ടൈമല്ല, ലണ്ടൻ ടൈമല്ല, അബുദാബി ടൈമല്ല, സ്വിറ്റ്സർലൻഡ് ടൈമാണ്. ലോകത്തിലുള്ള എല്ലാ വാച്ചുകളും സ്വിറ്റ്സർലൻഡുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സ്വിറ്റ്സർലൻഡില് ഇന്ത്യ അടക്കം 200 രാജ്യങ്ങള് ഇന്ത്യയിൽ നിന്ന് 60 കോടി റുപ്യാണ് അതിന് സംഭാവന കൊടുത്തിരിക്കുന്നത്. കുടിക്കാൻ കഞ്ഞില്ലാത്ത രാജ്യം ഓരോരോ ഗുലുമാലിൽ ചെന്ന് വീഴുന്നത്. 60 കോടി റുപ്യ സംഭാവന കൊടുത്തിരിക്കണം. എന്തിനാന്ന് അറിയോ നിങ്ങള്? 60 കോടി പറഞ്ഞാൽ ചില്ലറയല്ല, 60 കോടി ഡോളറാ, ഇന്ത്യൻ കറൻസി അല്ല. 60 കോടി ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സംഖ്യയായി. കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയൊക്കെ അപ്പൊ കിട്ടും. 60 കോടി ഡോളർ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തിട്ട് 4 ശാസ്ത്രജ്ഞന്മാര് പോയാൽ ഒരു മലയാളി ഉണ്ട് എന്നാ വായിച്ചത് ഞാൻ. ഇവിടൊക്കെ എന്തിനാ പോയിരിക്കണെന്ന് അറിയോ? ആധുനിക ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഈ പ്രപഞ്ചം മൊത്തം ഒരു പൊട്ടിത്തെറിയുന്നുണ്ടായതാണ്. എന്ന് പറഞ്ഞൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി അല്ലാഹ്. അതിന് ഭൂമി ഉണ്ടായി, ചന്ദ്രൻ ഉണ്ടായി, ചൊവ്വ ഉണ്ടായി, യുറാനസ് ഉണ്ടായി, നെപ്റ്റ്യൂൺ ഉണ്ടായി, പ്ലൂട്ടോ ഉണ്ടായി, കടലുണ്ടായി, ഗവാറുണ്ടായി. ഇതൊക്കെ അപ്പൊ ഒരു ഭയങ്കര പൊട്ടിത്തെറി ഇവിടെ നടന്നിട്ടുണ്ട്. ആ പൊട്ടിത്തെറിയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചതറി ഇങ്ങനെ പോയത്. അന്ന് അല്ലാഹു തആല പൊട്ടിത്തെറിപ്പിച്ച ആ പൊട്ടിത്തെറി പോലത്തെ ഒരു പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഭൂമിയുടെ അടിയിലൂടെ 150 കിലോമീറ്റർ തുരങ്കണ്ടാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങള്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങള്, ക്യൂബ അടക്കമുള്ള രാജ്യങ്ങള് ലോകത്തവ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഉൽപ്പത്തിയുടെ രഹസ്യം തേടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെടുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇനി ലോകം ഉണ്ടായതുപോലൊരു പൊട്ടിത്തെറി ഉണ്ടായി എന്ന് വെക്കുക, പിന്നെ നമുക്കൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ആരെയും കബറടക്കേണ്ടി വരില്ല, ആരെയും മയ്യത്തും കൊണ്ടുകൊണ്ട് വരില്ല, ആരും യാസീനോദാനം ഉണ്ടാവില്ല, എല്ലാരും ഹറബൈത്താവും. അവനെ ഈ ലോകം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുമ്പോഴേ ഇവിടെ മനുഷ്യല്ല, അത് ഈ വിവരമില്ലാത്ത ജന്തുക്കളുടെ തലേ പോയിട്ടില്ല. ലോകം പൊട്ടിത്തെറിച്ചുണ്ടായതിന്റെ ശേഷമാണ് അല്ലാഹു ആദം നബിനെ പടക്കുന്നത്. ആദം നബി ഭൂമിയിലേക്ക് വരുമ്പോ ഇവിടെ ഭൂമി ഉണ്ട്. ആദം നബിനെ ഇവിടെ കൊടുന്ന് നിർത്തിയിട്ട് അല്ലാഹ് ഇവിടേക്ക് ഞാൻ ഭൂമി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്പർ പ്ലാനറാ കേട്ടോ. നമ്മളെ പോലെയല്ല. ചില ആൾക്കാർ ഇപ്പൊ വെല്ലുവിളിച്ചുകൊണ്ട് പറയാറുണ്ട്. അതാണ് ഇപ്പോ ഏറ്റവും വലിയ വിവാദമായി നിൽക്കുന്നത്. കാരണം ഞാന് പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗവൺമെന്റില് സംവരണം ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ ഉദ്യോഗ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കേരള സർക്കാരിനെ ഉപദേശിച്ച് അത് നടപ്പിൽ വരുത്തേണ്ട കോടതിയിലെ ഒരു മെമ്പർ, മീനിങ് ഒരു ജഡ്ജാണ്. അപ്പോ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണത്. അതിൽ 98.6 ലക്ഷം മുസ്ലിങ്ങളാണ്. മഹാഭൂരിപക്ഷം കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റജാതി ഇപ്പൊ മുസ്ലിങ്ങളാണ്. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തില് ജനസംഖ്യാനുപാതികമായി സംവരണം വെക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റജാതി മുസ്ലിമാണെന്ന് രജീന്ദ്ര സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലും നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് 14% വരുന്ന സംവരണത്തിന് കേരളത്തിലെ മുസ്ലിങ്ങൾ അർഹരാണ്. പക്ഷെ അതങ്ങനെ പറയാൻ സാധ്യമല്ല. അതിന് വ്യക്തമായിരിക്കുന്ന ഒരു കണക്കെടുപ്പ് വേണോ, ഒരു സോഷ്യോ എക്കണോമിക് സർവേ വേണോ. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംവരണം പുതുക്കി നിശ്ചയിക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്റെ വിഷയത്തിൽ പെട്ടതല്ല അത്. നമ്മളോട് പറയാൻ വിചാരിച്ചില്ല, പക്ഷെ നമ്മളൊക്കെ അതിൽ പെട്ടതായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ കണക്കെടുപ്പ് നടത്താൻ പോയതാണ് പ്രശ്നം. ഇതൊരു വായന വരാൻ പോകുന്നുണ്ടല്ലോ. സെയിൽ ടാക്സിന്, ഇൻകം ടാക്സിന്, എൻഫോഴ്സ്മെന്റിനൊക്കെ നമുക്ക് കണ്ണടച്ചു പറ്റിച്ചു കളയാം. കാരണം ഒന്നിരിക്കും അവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു CA കാരനാവും, അല്ലെങ്കിൽ ഒരു MBA കാരനാവും, അല്ലെങ്കിൽ ഒരു LLB ഉള്ളവനാവും, അല്ലെങ്കിൽ കുറച്ച് ലോ പഠിച്ച ആളാവും. പക്ഷേ മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തുൻ വലാ കബീറത്തുൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനും ഒരു കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിനും ഒരു IAS കാരനും ഒരു IPS കാരനും അവന്റെ എല്ലാവരുടെയും ബുദ്ധി കൂടി ഉരുക്കി തൂക്കി ഒരു ത്ലാസിൽ വെച്ചാലും അല്ലാഹുവിന്റെ മലായിക്കത്തിന്റെ കണ്ണു വെട്ടിക്കാൻ പറ്റൂല മോനെ. കാരണോ ലാ യനാമൂന വലാ യശ്റബൂന വലാ യതഗവ്വതൂൻ
ഉറങ്ങാത്തവരാണവര്, ഭക്ഷണം കഴിക്കാത്തവരാണവര്, ക്ഷീണമില്ലാത്തവരാണവര്, സന്താന ഉൽപാദനം നടത്താത്തവരാണവര്, ആണല്ലാത്തവരാണവര്, പെണ്ണല്ലാത്തവരാണവര്, ക്ഷീണമില്ലാത്തവരാണവര്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാത്തവരാണവര്. അവർ ഡെഫിനറ്റായി കറക്റ്റായി കൊണ്ട് കണക്ക് എഴുതപ്പെട്ടിരിച്ചിട്ടുണ്ട്. റബ്ബിന്റെ കോടതിയിൽ വെച്ചത് വായിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. അവിടെ റിമാർക്സിന്റെ കോളത്തില് നമ്മുടെ പേര് വരാൻ പാടില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ പറ്റിക്കേൾപ്പാ. റബ്ബിന്റെ കോടതി, സൂപ്പർ കോടതി വരാൻ പോകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ മേലുള്ള കോടതി അള്ളാടെ കോടതിയാ. ഐക്യരാഷ്ട്രസഭയുടെ മേലുള്ള സംഘടന അള്ളാടെ സംഘടനയാ. ആ സംഘടനയിൽ അധ്യക്ഷൻ അല്ലാഹുവാ. അവിടെ പ്രസന്റ് ചെയ്യുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. അവിടുത്തെ വിഐപികൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ളായിരിക്കുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. അതിനുശേഷം മൗലിയാക്കളാണ്, അതിനുശേഷം ആലിമീങ്ങളാണ്, അതിനുശേഷം ശുഹദാക്കളാണ്. വിഐപികളുടെ നിര ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അള്ളാഹു ആ കോടതിയിൽ സത്യമായി കാണാനും ആ കോടതിയിൽ വിജയിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. കേട്ടോ മോനെ. അപ്പൊ നമ്മൾ ജനസംഖ്യാനുപാതികം കണക്കെടുപ്പ് നടത്തിയപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാല്, കാശ്മീരിലും കേരളത്തിലും കണക്കെടുപ്പ് വന്ന് നോക്കുമ്പോ ഇപ്പൊ കണക്കെടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ കാനേഷുമാരി എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ട്, കാനേഷുമാരി എന്ന് പറഞ്ഞാൽ ഹിന്ദുമാരിയാന്ന് വിചാരിക്കണ്ട. പേമാരി അല്ല, കാനേഷുമാരി എന്ന് പറഞ്ഞ പേര് പേർഷ്യൻ ഭാഷ. അറബി അല്ല, ഇംഗ്ലീഷ് അല്ല, ഹിന്ദി അല്ല, തെലുങ്ക് അല്ല, കന്നഡ അല്ല. അത് പേർഷ്യൻ ലിപിയ. വീട്ടിന്റെ കണക്കെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ആ കണക്കെടുപ്പ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് കണ്ടില്ല, ചോദിക്കണേ വീട്ടില് റൂം എത്ര ഉണ്ട്, കക്കൂസ് ഉണ്ടോ, TV ഉണ്ടോ, ഗ്യാസ് ഉണ്ടോ, കാറുണ്ടോ, വരുമാനം എത്രയാണ്, ആണെത്ര, പെണ്ണെത്ര, ക്വാളിഫിക്കേഷൻ എത്ര എന്നൊക്കെ കണക്കെടുക്കുന്നില്ല. ഇങ്ങനെ കണക്കെടുത്തപ്പോൾ കാശ്മീരിലെയും കേരളത്തിലെയും കണക്ക് വന്ന് നോക്കുമ്പോ കണ്ടുപിടിച്ചത്, കേരളത്തിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലോ ഏറ്റവും അധികമുള്ളത് 99% ആളുകളും ഓൺലി മുസ്ലിംസാ. കാശ്മീരിലും മുസ്ലിംസാ. മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം മുസ്ലിമാണെങ്കിൽ അതിന്റെ കാരണം കാക്കാമാരന്നെയാ. കണ്ടുപിടിച്ചു. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം എല്ലാവരും ഭൂരിപക്ഷ. 2010 ന്യൂ ഇയറിന്റെ കണക്ക് മനോരമയും മാതൃഭൂമിയും കൊടുത്തു. അതിന്റെ ഫ്രണ്ട് പേജില് കേരളത്തിലെ ഏറ്റവും അധികം ബീവറേജ് കോർപ്പറേഷൻ വഴി മദ്യം വിറ്റ് റെക്കോർഡിട്ടത് മഞ്ചേരിയിലും പൊന്നാനിയിലുമാ. അൽ ഇൽമു പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽ മദ്യം പൊന്നാനി എന്ന് വായിക്കേണ്ട ഗതികേടിൽ നമ്മളെത്തുക. മഞ്ചേരി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ നാട്ടില്, വാര്യംകുന്നത്തിന്റെ നാട്ടില് മാപ്പിളമാര് മധ്യക്കുടിയന്മാരായി തരം താഴ്ന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ. ബീവറേജ് കോർപ്പറേഷന്റെ കണക്ക്. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് കോഴിക്കോട്ടുനിന്ന്, ഒരു അബ്ഗാരി സുഹൃത്തുക്കൾ പല നിലക്കുണ്ടാവല്ലോ. സുഹൃത്ത് മീനിങ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു അടുത്ത് നിൽക്കുന്ന ഒരാളെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ പൊന്നാനിയിൽ ഒരു ബ്രാൻഡി ഷാപ്പ് തുറക്കാൻ പോകുക ഉസ്താദം. അവിടെ ആരോടോ കുടിക്കുക. ഉസ്താദെ, ഇവിടെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ആൾക്കാർ ക്യൂ നിൽക്കണത്, അവിടെ ഇങ്ങടെ ആൾക്കാർ വന്നാൽ മതി. നിങ്ങളുടെ ആൾക്കാർ മേടിക്കണേ 10 രൂപയുടെയും 4 രൂപയുടെ സാധനം എന്നല്ല, 5000-ന്റെ ഓർഡർ വെച്ചു. 4-5000 പോയാൽ എത്ര, 20,000 ഇവിടെ വന്നിട്ടൊരു പെഗ്, ഒരു സ്മോള്, ഒരു ലാർജ്, ഒരു ബിഗ് എന്ന് പറഞ്ഞ് നിൽക്കണോ 250-300 ഇത് കൂട്ടിണ്ടാക്കണേക്കാൻ നല്ലത് 4 എണ്ണം കാക്കാരി കൊടുത്ത് സുഖമായി കിടന്നുറങ്ങുക. അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കാതെ, കാരണം വേറൊരർത്ഥത്തിൽ ചിന്തിച്ചപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാനൊരു ആശുപത്രി നടത്തുന്ന മുസ്ലിയാരാ. നേരം വിളിച്ചാകുമ്പോൾ അവിടെ വരുന്ന ആളുകളുടെ കണക്കെടുപ്പ് നോക്കിയാൽ അവിടെ മുസ്ലിങ്ങൾ 40% ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ 60% ഹൈന്ദവന്മാരും ബാക്കി കുറഞ്ഞ ശതമാനം ക്രിസ്ത്യാനികളും. പക്ഷേ രോഗികളില് 80% ആശുപത്രി വരുന്നവര് മുസ്ലിങ്ങളാ. വന്ന ഉടനെ തന്നെ അവരാദ്യം നോക്കുന്നത് രോഗിയുടെ രോഗമല്ല, റൂമായി ഉണ്ടോ എന്ന് ആദ്യത്തെ ചോദ്യം. ഉണ്ട്, 400-ണ്ട്, 700-ണ്ട്, 900-ണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കയും കാക്കച്ചയും പറയും 900-ന്റെ ആയിക്കോട്ടെ, മോശം വരുത്താൻ പാടില്ല. കാരണം കുട്ടികളെ കെട്ടിച്ചോരും, അമ്മോശന്റെ വീട്ടിൽ നിന്നും പെങ്ങളെ കെട്ടിയ മാപ്പിളൊക്കെ വരുമ്പോ നമ്മൾ 200-ന്റെ റൂമിലാ കിടക്കണ പറഞ്ഞാൽ അഭിമാനത്തിന് കുറവല്ലേ. മരിക്കുകയാണെങ്കിലും 900-ന്റെ റൂമിൽ കിടന്ന് മരിക്കട്ടെ. അസറായില് വരുമ്പോൾ ഒന്ന് ഞെട്ടിക്കോട്ടെ. ആള് VIP എന്ന് വെച്ച് വല്ല കൺസിഡറേഷനും കിട്ടിയാലോ. അതേ സമയത്ത് ഞാനിത് വയലിൽ ഓപ്പണായി പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, ഇവനെ എവിടെ വേണമെങ്കിലാ കിട്ടുക.
കിട്ടുന്നിടത്ത് വെച്ച് അലക്കല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. മറ്റ് ഇതര കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ആശുപത്രിയിൽ വന്നാൽ ആദ്യം ചോദിക്കുന്നത്, സാർ ഞങ്ങൾ പാവങ്ങളാണ്, BPL കാർഡിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് സാർ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ജനറൽ വാർഡിൽ ഒരു ബെഡ് കിട്ടുമോ? 60 രൂപയുള്ളൂ അവിടെ ജനറൽ വാർഡിലെ ബെഡിന്. അവിടെ കിടന്നാൽ ഈ ഡോക്ടറെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ അറിയാത്ത വേറൊരു രഹസ്യം കൂടിയുണ്ട്. ഒരു സർജറിക്ക് ഒരാൾ ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി കെടുത്തിയാല് അതിന് ബില്ലിടുമ്പോ അവിടെ കൗണ്ടറിൽ ആദ്യം ചോദിക്കുക റൂമാണോ വാർഡാണോ എന്നാ. റൂമായാൽ 1000 കൂട്ടിയിടും, വാർഡായ 1000 അപ്പൊ തന്നെ കുറച്ചിടും. കാരണം ഇല്ലാന്റെ അടുത്തുനിന്ന് കൂട്ടി മേടിക്കണമല്ലോ പോളിസി. ഞാനിതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. എവിടെയും ധൂർത്തും ദുർവ്യയവും വിവരക്കേടും മുസ്ലിം സമുദായത്തിന്റെ ബാക്കിപത്രമാണ്. വേണ്ടതിന് ചെലവഴിക്കാൻ നമുക്ക് പണമില്ല. ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് 10 രൂപ ചോദിച്ചാൽ അല്ലാഹ് വേവലാതിയായി.